പെട്ടതാ ഒരു കൂട്ടം കള്ളികള്. എന്നിട്ടൊരു ഭൂലോക കള്ളരും താമസിക്കണ ഒരു കുടുംബശ്രീ ശാരദ അവിടെ അറിയാതെ പെട്ടുപോയി. ഓ വിഷ്ണുവേട്ടാ, ഒഴിഞ്ഞു പോവാൻ പറഞ്ഞു, ഒഴിഞ്ഞു പോവാ. അതുമില്ല നാശങ്ങള്. വിഷ്ണുവേട്ടാ, എടി നാണമുണ്ട് ഈ നാണം. വിഷ്ണുവേട്ടാ, നീയൊക്കെ എന്തെന്റെ കുടുംബത്തിൽ വന്ന് കേറിയോ? അപ്പൊ തുടങ്ങി എന്റെ കഷ്ടകാലം. സ്വസ്ഥതയും പോയി, മാനസികവും ശാരീരികമായിട്ട് തളർന്നു. ചുറ്റും നുണകൾ കൊണ്ടുള്ള കോട്ടയാ, കോട്ട. അതിന്റെ നടുവിൽ ഞാന് ശ്വാസം കിട്ടാതെ കൈകാലിട്ട് അടിക്കുക. ഏതാ സത്യം, ഏതാ നുണ, ഒന്നും അറിയില്ല. ഒരുപാട് സംശയം കൊണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ശാലിനി, സത്യ, അവിടെ അവളുടെ അച്ഛൻ അല്ലേ? ഇവർക്കെല്ലാം പിന്നിലുള്ള യഥാർത്ഥ സത്യം എനിക്കറിയണം. ഞാനും എന്റെ അമ്മയും ചോദിക്കുമ്പോഴൊക്കെ നീയും നിന്റെ കുഞ്ഞേച്ചിയും നിന്റെ അമ്മയും ഒക്കെ ഒളിക്കുന്ന രഹസ്യം അതെനിക്കറിയണം. അത് നിനക്കും അറിയാം, നിന്റെ കുഞ്ഞേച്ചിക്കും അറിയാം. പക്ഷെ നിങ്ങളൊന്നും പറയില്ല അല്ലേ? എന്റെ മരണം കാണാതെ നിങ്ങളൊന്നും പറയൂല. ഈ കുടുംബം ഉണ്ടല്ലോ, ഈ കുടുംബം തകർന്ന് തരിപ്പണാവാതെ നീ ഒന്നും വാ തുറക്കൂല. കാര്യം എന്താ പറയോ? നീയൊക്കെ ഈ കുടുംബത്തിൽ വന്ന് കയറിയേക്കണതേ ഇത് തകർത്തിരിഞ്ഞ അസ്ഥിവാരം തോണ്ടാൻ വേണ്ടിട്ടാ. അതെ, ഒരേ ഒരു അപേക്ഷയുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയണത് ഒന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തീരും. ഒന്ന് കുഴഞ്ഞു വീണാ പോരെ. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ആ കനലെറിയുന്നതിന് മുമ്പെങ്കിലും ഒന്ന് വന്ന് പറയാം. നിങ്ങൾ അമ്മയും മക്കളും കൂടിയിട്ടൊരു കുടുംബം വെണ്ണീറാക്കാൻ വേണ്ടിട്ട് മനസ്സിൽ സൂര്യ കൂട്ടി വെച്ചിരിക്കുന്ന യഥാർത്ഥ സത്യം എന്താണ്? ഒന്നും പറയണേ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കുക. അതുകൊണ്ട് കാല് പിടിക്കുക. ഒന്നും പറയോ? പറയില്ല. നിന്റെയൊക്കെ ഹൃദയം ഉണ്ടല്ലോ, അത് സാധാരണ മനുഷ്യരുടെ ഹൃദയമല്ല. ഈശ്വരൻ നിനക്കൊക്കെ വേണ്ടി കരികല്ലോണ്ടുണ്ടാക്കിയ ഹൃദയ. കരച്ചിൽ കണ്ടാലൊന്നും അത് അലിയില്ല, സങ്കടം കണ്ടാലും അത് അലിയില്ല. അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത വർഗങ്ങളാ നീയും നിന്റെ കുഞ്ഞേച്ചി, നിന്റെ തള്ളയും. നമിച്ചു മോളെ, നമിച്ചു. ഇത് നമ്മളെ ഞാൻ പോവാ ഇനി. ഞാൻ എന്തിനാ ജീവിക്കണേ? ജീവിക്കേണ്ട കാര്യം കള്ളികളാ, അമ്മയും മക്കളും എല്ലാം കള്ളി വർഗങ്ങള്. അമ്മയും തള്ളയും മക്കളും എല്ലാം കള്ളത്തരാ. അത്രേ ഉള്ളൂ. എല്ലാരും ചതിയവര്. ചതിച്ചു കൊല്ലു. എല്ലാരും എന്നെ കൊല്ലു.
ചതിച്ച് ഞാൻ കാരണം എത്ര പേരുടെ ജീവിതം തകർന്നത്. വിഷ്ണുവേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. കുഞ്ഞേച്ചി ഞാനും ഒക്കെ വിഷ്ണുവേട്ടനോടും ഈ കുടുംബത്തോടും ഒക്കെ ചെയ്തത് ഈ ശാപവാക്കുകളും പേര് ഇനി എനിക്ക് മുന്നോട്ട് പോവാനാവില്ല. അറിയണം, എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ. എന്റെ ജീവിതം ഓർത്തല്ലേ കുഞ്ഞേച്ചി ഇത്രയും ടെൻഷൻ അടിക്കുന്ന. എനിക്കിനി ഈ ജീവിതം വേണ്ട. ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്.